പെരുമ്പാവൂർ നഗരസഭാ കൗൺസിലിൽ LDF അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് 3 അജണ്ടകൾ പാസ്സാക്കിയിട്ടില്ല. അഴിമതിയാണ് ആരോപണം. സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൽ ഒരു അഴിമതിയാണല്ലോ ആരോപിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. പെരുമ്പാവൂർ നഗരസഭയിൽ ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ വെച്ച് വന്ന അജണ്ടയിൽ 32, 33, 34 അജണ്ടകൾ പെരുമ്പാവൂർ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മുറികൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മോടി പിടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ മോടി പിടിപ്പിക്കാൻ വേണ്ടി ചിലവാക്കിയത് ഏതാണ്ട് 99,545 രൂപയാണ്. ഈ രൂപ യാതൊരു ചട്ടവും പാലിക്കാതെ, ഒരു നിയമവും നോക്കാതെ ഇഷ്ടപ്രകാരം ചെയർമാൻ മുൻകൂർ അനുമതി കൊടുത്തിരിക്കുകയാണ്. പെരുമ്പാവൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട്, കൗൺസിലുണ്ട്. ഇവിടെ ഒന്നും വരാതെ തന്നിഷ്ടപ്രകാരം ചെയ്ത ശേഷം ഇന്ന് കൗൺസിലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ അജണ്ട അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിൽ അഴിമതിയുണ്ട്. ഈ അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ വൈസ് ചെയർമാൻ തന്ന മറുപടി, വൈസ് ചെയർമാൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു വെച്ചോളാം, സെക്രട്ടറിക്കോ എഞ്ചിനീയർക്കോ ഇതിൽ യാതൊരു നഷ്ടവും വരില്ല, ഞങ്ങൾ ഏറ്റുകൊള്ളാം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു അഴിമതി ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഈ അഴിമതി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ഞങ്ങൾക്കുള്ള വിയോജിപ്പ് ഞങ്ങൾ സെക്രട്ടറി മുഖാന്തരം ഗവൺമെൻറ്റിലേക്ക് അയച്ചിരിക്കുകയാണ്. ഞങ്ങൾ 11 പേരും അതിൻ്റെ അകത്ത് പങ്കാളികളാണ്. അതുപോലെ തന്നെ ഇവരുടെ സ്വജനപക്ഷപാതം തെളിയിക്കുന്നതാണ്. ഇന്ന് കുടുംബശ്രീയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. 5 പേരെ ആണ് അതിലേക്ക് കൗൺസിലർമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതിൻ്റെ അകത്ത് 5 പേരിൽ കാലാകാലങ്ങളിൽ LDFും UDFും സഹകരിച്ചാണ് ഇതിൻ്റെ അകത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇന്നെന്താൽ ധിക്കാരപരമായി UDF കമ്മിറ്റി 5 പേരെയും അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരുടെ പേര് നിർദ്ദേശിച്ചു. അവർ വോട്ടെടുപ്പിലൂടെ അവരുടെ 5 പേരെ തിരഞ്ഞെടുക്കാനുണ്ടായത്. ഇത് അവരുടെ സ്വജനപക്ഷപാതമാണ്. കുടുംബശ്രീയെ പക്ഷപാതപരമായ നിലപാടിലേക്ക് രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ നിലപാട് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള അതിനുള്ള എതിർപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. എങ്ങനെയാണ് എതിർപ്പ് രേഖപ്പെടുത്തിയത്? പരാതി കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഈ വിഷയത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സർക്കാരിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് 50,000 രൂപ വരെ ചെലവഴിക്കാം എന്ന നിയമം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ യാതൊരുവിധ പർച്ചേസ് ഓർഡറോ അല്ലെങ്കിൽ പർച്ചേസ് കമ്മിറ്റിയുടെ തീരുമാനങ്ങളോ കൊട്ടേഷനോ വിളിക്കാതെ സ്വകാര്യ ഏജൻസികളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഇത് ഈ കൗൺസിലല്ല, ഇതിനു മുമ്പുള്ള പല കൗൺസിലിലും ഇത്തരത്തിൽ മുൻകൂർ അനുമതി സാധൂകരണത്തിനായി വരിക എന്നുള്ളതൊരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നിലനിൽക്കുന്ന തന്നെ 50,000 രൂപ വരെയുള്ള പർച്ചേസുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വഴി തന്നെ നടക്കണം. അതിനുശേഷമുള്ളതിന് കൗൺസിൽ അംഗീകാരം വേണം. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് വലിയൊരു അഴിമതിയുടെ കെട്ടഴിക്കുന്ന തുടക്കം മാത്രമാണ്. ഇനിയാണെങ്കിലും ഇത്തരത്തിലുള്ള മരങ്ങൾ വെട്ടി വിൽക്കുന്നതുൾപ്പെടെയുള്ള വലിയ അഴിമതിയുടെ കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരും എന്നുള്ളത് നമ്മളുടെ തീരുമാനം തന്നെയാണ്. കുടുംബശ്രീയുടെ കാര്യത്തിൽ കാണിച്ചതാണെങ്കിലും വലിയ സ്വജനപക്ഷപാതം തന്നെയാണ്. സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയിരിക്കുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. UDFിൻ്റെ ഭരണസമിതി ഇരുന്നു കൊണ്ട് കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. കുടുംബശ്രീയിലേക്ക് LDFിൻ്റെയും UDFിൻ്റെയും ആളുകളെ ഒരുപോലെ നോമിനേറ്റ് ചെയ്യേണ്ട നഗരസമിതിയാണത്. ആ നഗരസമിതിയിലേക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തുകൊണ്ട് 5 പേരെയും UDFിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനിക്കാൻ ഉള്ള സ്വഭാവം കാണിച്ചത് തന്നെ സ്വജനപക്ഷപാതത്തിന് ഉദാഹരണമാണ്. ഈ വിഷയങ്ങളിൽ ഞങ്ങൾ സർക്കാരിനും പരാതി കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുൻപോട്ട് പോകുവാനാണ് UDF ഭരണസമിതിയുടെ നീക്കമെങ്കിൽ ശക്തമായ എതിർപ്പുമായിട്ട് ഇടതുപക്ഷം LDF കൂടെ കാണും എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ റൂമുകൾ മാത്രമാണോ മോടി പിടിപ്പിച്ചത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ റൂമിൽ അത്യാവശ്യ ഫർണിച്ചറുകൾ വാങ്ങുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനോ ഒന്നും ഞങ്ങളാരും എതിരല്ല. എന്നാൽ സാധാരണ രീതിയിൽ ചെയർമാനോ ചെയർപേഴ്സണോ ഓൺ ഫണ്ടിൽ നിന്ന് തുക ചെലവഴിക്കാൻ മുൻകൂർ അനുമതി കൊടുക്കുന്നത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരം അപകടാവസ്ഥയിലാണ്. അത് അടിയന്തരമായി വെട്ടിമാറ്റണമെങ്കിൽ മുൻകൂർ അനുമതി കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം അപകടാവസ്ഥയിലാണ്, മുൻകൂർ അനുമതി പണം ചെലവഴിക്കാൻ കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. ഇത് 6 മാസം മുമ്പ് അധികാരത്തിൽ വന്ന ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മുറികൾ മാത്രം മോടി പിടിപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ മുൻകൂർ അനുമതി കൊടുത്തല്ല ചെലവഴിക്കേണ്ടത്. അതിന് പർച്ചേസ് കമ്മിറ്റിയുണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മിറ്റിയുണ്ട്, അതിൻ്റെ എല്ലാം മുകളിൽ മുനിസിപ്പൽ കൗൺസിലുണ്ട്. ഈ കൗൺസിലിൻ്റെ എല്ലാം അംഗീകാരത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. അതും സ്വകാര്യ ഏജൻസിയിൽ നിന്നാണ് ഈ പർച്ചേസിംഗ് നടത്തിയിട്ടുള്ളത്.
കൊട്ടേഷൻ ക്ഷണിച്ചിട്ടില്ല, മാനദണ്ഡങ്ങൾ യാതൊന്നും പാലിച്ചിട്ടില്ല. അത് ബോധ്യമായപ്പോഴാണ് LDF അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട വൈസ് ചെയർമാൻ പറയുന്നത് ആ പൈസ 1 ലക്ഷത്തോളം രൂപ ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തുകൊള്ളാമെന്ന്. അപ്പോൾ പ്രഥമദൃഷ്ട്യാ അതിൽ അഴിമതി ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറയേണ്ടി വന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ വരുന്ന എല്ലാ കൗൺസിൽ മീറ്റിങ്ങുകളിലും ചെയർപേഴ്സൻ്റെ ചെയർപേഴ്സൺ കൊടുത്ത മുൻകൂർ അനുമതിയുടെ തുക സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടയുണ്ട്. ഞങ്ങളാരും നുണ പറയുന്നതല്ല. അതിലേറ്റവും വലിയ തുക വന്നത് ഈ കൗൺസിലിലാണ്, 1 ലക്ഷത്തോളം രൂപ. അതുകൊണ്ടാണ് ഇത് തുടർന്നും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോയത്. അത് കൗൺസിൽ അംഗങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ 3 അജണ്ടയായിട്ടാണ് ഈ കൗൺസിൽ മുമ്പാകെ വരുന്നത്. 3 അജണ്ട ഒറ്റ അജണ്ടയായിട്ട് വന്നാൽ 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വലിയ ആകുമല്ലോ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവാതിരിക്കാൻ ഈ നിർമ്മാണ പ്രവർത്തനം മോടി പിടിപ്പിക്കൽ 3 അജണ്ടയായി വെച്ചിട്ടാണ് ഈ തുക കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം അഴിമതിയെ മറച്ചു വയ്ക്കാനുള്ള ഒരു പുകമറ സൃഷ്ടിക്കലാണ്. CDS കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. UDF അംഗങ്ങൾ കൗൺസിലിൽ പറഞ്ഞത് 2 അംഗങ്ങളുള്ള BJP പക്ഷത്ത് നിന്ന് ഒരു അംഗത്തെ കൊടുക്കണമെന്നാണ്. 11 അംഗങ്ങളുള്ള LDF പക്ഷത്ത് നിന്ന് 2 പേരെ വെക്കണം എന്നുള്ളതല്ല ഭരണകർത്താക്കളുടെ താല്പര്യം. 2 അംഗങ്ങളുള്ള BJP പക്ഷത്ത് നിന്ന് ഒരാളെ വെക്കണമെന്നാണ്. അത് BJPയും UDFും തമ്മിലുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. വാർഡ് കൗൺസിലർമാരെല്ലാവരും ഉണ്ട്. എല്ലാവരുമാണ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിച്ചു, പർച്ചേസ് ചെയ്തതിൽ അഴിമതി എന്നതാണ് ആരോപണം. LDF അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മൾ കേട്ടു. അതിനെക്കുറിച്ച് ചെയർപേഴ്സൺ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പർച്ചേസ് ചെയ്തതിൽ അഴിമതി, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ രാഷ്ട്രീയവൽക്കരിക്കുന്നു അങ്ങനെ 2-3 കാര്യങ്ങളാണ് LDF അംഗങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇതിൽ നമ്മുടെ 2016 മുതൽ സതി ജയകൃഷ്ണൻ ചെയർപേഴ്സണായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ CDS എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ നിർദ്ദേശിക്കുന്നതിൽ നമ്മൾ 3 ഭരണകക്ഷി അംഗങ്ങളും 2 പ്രതിപക്ഷ അംഗങ്ങളും 5 വനിതാ അംഗങ്ങളെയാണ് നമ്മൾ അതിനകത്ത് നിർദ്ദേശിക്കപ്പെടുന്നത്. അതിനകത്ത് 3 ഭരണപക്ഷ അംഗങ്ങളിൽ ഒരാൾ, അതുകൂടാതെ 2 പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു BJP സ്ഥാനാർത്ഥിയും ഒരു കൗൺസിലറും ഒരു LDF കൗൺസിലറാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ CDS മെമ്പറിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് നമ്മൾ നിർദ്ദേശിച്ച കൂട്ടത്തിൽ 3 ഭരണപക്ഷ അംഗങ്ങളും ഒരു BJPയും ഒരു LDF കൗൺസിലറും എന്നാണ് നമ്മൾ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ LDF കൗൺസിൽ അംഗങ്ങൾ BJP കൗൺസിലറെ അംഗീകരിക്കാൻ തയ്യാറാവുകയോ 2 പേരും അവർ തന്നെ LDFകാർ തന്നെ വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും വന്നപ്പോഴാണ് അതിനകത്തൊരു തർക്കം നിൽക്കുകയും നമ്മൾ അപ്പോൾ അവർ അതിനകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും 5 പേരെയും നിങ്ങൾ ഭരണപക്ഷ അംഗങ്ങളെ തിരഞ്ഞെടുത്തോളൂ എന്ന് അവർ പറയുകയും ചെയ്ത് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ അടുത്തൊന്നും ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല. LDF അംഗങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അവർ BJP സ്ഥാനാർത്ഥിയെ BJP കൗൺസിലറെ ഉൾപ്പെടുത്താൻ പറ്റില്ല, 2 പേരും LDFിൻ്റെ തന്നെ സ്ഥാനാർത്ഥികൾ കൗൺസിലേഴ്സ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു പ്രതിഭാസം കൗൺസിലുണ്ടായത്. ഈ പർച്ചേസിലെ അഴിമതിക്ക് അതിൻ്റെ നിജസ്ഥിതി വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാതി നൽകിയിട്ടുണ്ടോ? പർച്ചേസിലെ അഴിമതി എന്നല്ല, അതായത് നമ്മുടെ പുതിയ കൗൺസിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉപയോഗിച്ചിരുന്ന റൂമുകളിലെ കസേരകൾക്കും മേശകൾക്കും സാരമായ കേടുപാടുകളും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലുമാണ് നമുക്കത് അവരുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അവർ അവരുടെ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അവിടെ പല പല കേടുപാടുകളും അതിൻ്റെ സൂചിപ്പിച്ചപ്പോൾ നമ്മളത് എന്താ പറയുക നടത്തി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് അതിനകത്തുണ്ടായത്. ഭരണപ്രതിപക്ഷ ഭേദമന്യേ അതിനകത്തൊരു ആവശ്യം ഉന്നയിച്ചതാണ്. അതായത് നമ്മുടെ കൗൺസിൽ ഹോൾ ഉൾപ്പെടെ പലതും കേടുപാടുകൾ തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് അങ്ങനെയൊരു, അല്ലാതെ അതിനകത്തൊരു അഴിമതിയോ അല്ലാതെ ഒരു പ്രത്യേകിച്ചും അതിനകത്തൊരു പർച്ചേസ് അതിനകത്തൊരു അഴിമതി നമ്മുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ക്യാമറാമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.